കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 4.5 കിലോമീറ്റർ ദൂരത്തിലും മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 500 മീറ്റർ ദൂരത്തിലുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിലും കൂടിയാണ്. 7 മീറ്റർ വിഡ്ത്തുള്ള റോഡാണ് ഇതിൻ്റെ ഇന്റേണലായിട്ട് വന്നുള്ളത്. മാത്രമല്ല കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എടപ്പള്ളി ഭാഗത്തേക്കും ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലാണ് ഈ വില്ല വരുന്നത്. അപ്പോൾ മനോഹരമായിട്ടാണ് ഇതിൻ്റെ എലവേഷൻ ഒരുക്കിയിട്ടുള്ളത്. 4.5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1900 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. പ്ലസ് ഒരു യൂട്ടിലിറ്റി സ്പേസും വരുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. വീതി കൂടിയ ഇന്റേണൽ റോഡാണ് ഇതിന് വന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഗസ്റ്റിൻ്റെ വാഹനം വന്ന് പാർക്ക് ചെയ്താലും മറ്റൊരു വാഹനത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ പോകാനുള്ള സ്പേസ് നമുക്ക് ഈ റോഡിനുണ്ട്. മനോഹരമായിട്ട് എലവേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോണാണ് പില്ലറായിട്ട് ഇങ്ങനെ നിരത്തി കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനും വരുന്നുണ്ട്. ഓരോരോ പില്ലറിലും നമുക്ക് പ്ലാന്റ്സ് വെക്കാവുന്നതുമാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. ഇനി ഇതിൻ്റെ ഗേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലുമാണ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗേറ്റ് വന്നിട്ടുണ്ട്. നേരെ നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. കോബിൾ സ്റ്റോണാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. അപ്പോൾ ഇവിടെയായിട്ടാണ് പോർച്ച് വന്നുള്ളത്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. ഇവിടെ നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് വരുന്നുണ്ട്. ധാരാളം പ്ലാന്റ്സുകളും കൊടുത്തിട്ടുണ്ട്. അങ്ങറ്റത്തായിട്ട് വാട്ടർ മീറ്റർ വന്നിട്ടുണ്ട്. അതായത് KW വാട്ടറിൻ്റെ മീറ്റർ വന്നിട്ടുണ്ട്. ഇത് വാട്ടർ സ്റ്റോറേജ് ആണ്. അപ്പം നമുക്ക് ചെറിയൊരു പമ്പ് വെച്ചിട്ട് മേലേക്ക് ലിഫ്റ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വെല്ലും വരുന്നുണ്ട്. കോമൺ വെല്ലായിട്ടാണ് വന്നുള്ളത്. കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ മോട്ടർ വെള്ളത്തിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അപ്പം ഇവിടെയായിട്ട് നമുക്ക് 2 വാഹനങ്ങളോളം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വലിയ വാഹനമാണെങ്കിൽ ഒരു വാഹനവും 2 ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും നമുക്ക് ഇവിടെയുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്ന പ്ലാന്റഡ് ബോക്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല പ്ലാന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. അപ്പം ഈസ്റ്റ് സൈഡിൽ നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ചുറ്റും നടക്കാനുള്ള സ്പേസൊക്കെ വരുന്നുണ്ട്. ഒരു സൈഡിൽ നല്ലൊരു പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പം മനോഹരമായിട്ട് ഫ്രണ്ടേജ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ വീടിനകത്തേക്ക് വരികയാണ്. സിറ്റൗട്ട് വന്നിരിക്കുന്നത് ലെതർ ഫിനിഷ്ഡ് ഗ്രാനൈറ്റിലാണ്. അപ്പോൾ നേരെ അകത്തേക്ക് കയറാണ്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് നോർത്തിലേക്കാണ്. വടക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. പ്രധാന ഡോർ വന്നിരിക്കുന്നത് ടീക്കൂഡിലാണ്. ഫുള്ള് പാനൽ ചെയ്തിരിക്കുകയാണ്. അപ്പം വലുപ്പമുള്ള സിംഗിൾ ഡോറായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് ലിവിങ് സ്പേസിലേക്ക് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ്. മനോഹരമായിട്ട് ഫാർ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കോർണർ സോഫ സെറ്റീസ് ഇടാവുന്നതാണ്. വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസും കൂടിയാണ്. ഇനി TV സ്പേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബാക്കിൽ ഫൈബർ ലാമിനേഷൻ വർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു വുഡിൻ്റെ ടെക്സ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം മനോഹരമായിട്ടൊരു TV സ്പേസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഡൈനിങ് സ്പേസിനെയും ലിവിങ് സ്പേസിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗമാണ്. ഇതെല്ലാം വിനറിലാണ് ചെയ്തിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കാനുള്ള സ്പേസും നമുക്ക് അവൈലബിൾ ആണ്. നേരെ ഡൈനിങ്ങിലേക്ക് വരികയാണ്. ഡൈനിങ് ഏരിയ ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ളൊരു സ്പേസും കൂടിയാണ്. ഇത് നോർത്ത് സൈഡാണ്. വലിപ്പമുള്ള വിൻഡോസുകളാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പം ഓപ്പൺ കിച്ചനായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ കിട്ടുന്നുണ്ട്. കോക്കറി ഷെൽഫൊക്കെ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഓപ്പൺ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഡൈനിങ്ങിൽ നിന്ന് കയറുന്ന എൻട്രൻസിൽ നിന്ന് ഒതുങ്ങി മാറിയിട്ടാണ് ഇതിൻ്റെ വാഷ് കൗണ്ടറും വന്നുള്ളത്. ഈ ഭാഗത്തായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു ടൈൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സെറയുടെ ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പില്ലർ കോക്ക് വന്നിരിക്കുന്നത് ജാഗ്വറാണ്. താഴെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇനിയൊരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പം സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഫ്രെയിമിൽ വുഡാണ് പൊതിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ളൊരു സ്പേസും നമുക്ക് അവൈലബിൾ ആണ്. ഡൈനിങ് ഏരിയയിലും മനോഹരമായിട്ട് ഫാർ സീലിംഗ് വർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം.
കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. സി ടൈപ്പിലാണ് ഇവിടെ കിച്ചൺ വന്നിരിക്കുന്നത്. കിച്ചൻ്റെ സ്ലാബ് കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ക്വാളിറ്റി ഉള്ളൊരു സിങ്കും 2 ടാപ്പും വന്നിട്ടുണ്ട്. വശങ്ങളിലെല്ലാം പവർ പോയിന്റ് ധാരാളം കിട്ടിയിട്ടുണ്ട്. കൈയെത്തുന്ന ദൂരത്തെല്ലാം കബോർഡുകളും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കബോർഡ് വന്നിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡും ഇത് വരുന്നത് നോർത്ത് സൈഡുമാണ്. ഈസ്റ്റിൽ നമുക്ക് ഫുഡും ഹോമും വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റും വരുന്നുണ്ട്. ഫാൾ സീലിങ്ങിൽ ഭംഗിയായിട്ടുള്ള ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുമുണ്ട്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പൊസിഷനിലേക്ക് വരാം, അതായത് സെക്കൻഡ് കിച്ചണിലേക്ക് വരാം. ഒരു വർക്ക് ഏരിയയുടെ ആവശ്യം തന്നെ ഇല്ല. നമുക്കിവിടെ എൽ ഷേപ്പിലേക്ക് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു സിങ്കും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ജാക്കോൻ്റെ സിങ്കോക്കാണ് വന്നുള്ളത്. അപ്പം ധാരാളം ലൈറ്റ് വരുന്നതിന് വേണ്ടിയിട്ട് മേലെ ഒരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും കുക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന് ഓപ്പൺ കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കവേർഡ് കിച്ചണായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്പേസിലേക്ക് വരാം. 4.5 സെൻറ്റാണ് ലാൻഡ് ഏരിയ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിൽ ധാരാളം സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പച്ചക്കറി തോട്ടം തന്നെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ബാക്കിലുണ്ട്. ചെടികൾ നടാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കിച്ചൻ്റെ സൗകര്യത്തിൽ നിന്നും കുറച്ച് വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും വർക്ക് ഏരിയ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. നേരെ നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ബെഡ്റൂമിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. തെക്ക് പടിഞ്ഞാറ് വശം കന്നിമൂല എന്നൊക്കെ പറയുന്ന പോലെയാണ് ബെഡ്റൂം വന്നുള്ളത്. ഹെഡ് പൊസിഷൻ വന്നിരിക്കുന്നത് സൗത്തിലേക്ക് വെക്കാവുന്ന രീതിയിൽ ബെഡ് സ്വിച്ചൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫാസിയിലും LED ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് കബോർഡ് വന്നുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു കബോർഡ് വന്നിട്ടുണ്ട്. ഹാൻഡിലെല്ലാം ഭംഗിയുള്ള ഹാൻഡിൽ തന്നെയാണ്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ വിത്ത് ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുകയാണ്. കൗണ്ടർ വാഷ് ബേസും വന്നിട്ടുണ്ട്. ക്യൂട്ട് ആയിട്ടുള്ള വാഷ് ബേസിനാണ്. ഇനി ഇവിടെ ഒരു മിററിന് ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ലൈറ്റിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഡയവേറ്റർ വന്നിരിക്കുന്നത് ജാഗോറിൻ്റെ ആണ്. ഡ്രെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിൽ ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. മേലെ എക്സോസ്റ്റ് ഫാനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാനുള്ള സ്പേസോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടൈലിൻ്റെ കളർ പാറ്റേണും ഭംഗിയുള്ളത് തന്നെയാണ്. നല്ലൊരു ഫൈബർ ഡോറും കിട്ടിയിട്ടുണ്ട്. ഇത്രയാണ് താഴത്തെ വിശേഷം. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വന്നിരിക്കുന്നതുകൊണ്ട് ക്ലോക്ക് വൈസ് കയറാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. വുഡാണ് കൊടുത്തുള്ളത്. സ്ക്വയർ ട്യൂബിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. ഹാൻഡ് റീലിൽ നേരെ മേലേക്ക് കയറുകയാണ്. സ്റ്റെയർ കയറി ലാൻഡ് ചെയ്യുന്നത് ഒന്ന് അപ്പർ ലിവിങ് സ്പേസിലേക്കും നേരെ ബെഡ്റൂമിലേക്കുമാണ്. ആദ്യം നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. പിന്നെ സ്റ്റെയറിൻ്റെ സ്പേസിന് മേലെയായിട്ടും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും ഫാൻസി ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. താഴത്തെ അതേ സ്പേസിലുള്ള ബെഡ്റൂമാണ്. ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു കുഷൻ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇത് ഫുള്ളൊരു ഷെൽഫാക്കി മാറ്റിയെടുക്കാവുന്നതുമാണ്. ഓൾറെഡി ഇവിടെ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് വന്നിട്ടുണ്ട് വിത്ത് ഡ്രസ്സിംഗ് ടേബിളോട് കൂടി. അപ്പം ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. നേരെ നമുക്ക് ഇതിൻ്റെ ബാത്റൂം കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. താഴത്തെ അതേ ഫിറ്റിങ്സ് തന്നെയാണ്. കളറൊന്നും മാറിയിട്ടുണ്ട്. വാഷ് ബേസിൻ, സ്റ്റോറേജ് സ്പേസ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡയവേറ്റർ, റെയിൻ ഷവർ എന്നിങ്ങനെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടൈലിൻ്റെ കളർ പാറ്റേൺ മാത്രമാണ് മാറിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 3ാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഒരു അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് കയറുന്ന രീതിയിലാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇതും 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വന്നിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് വന്നിട്ടുണ്ട്. ഇതാണ് നോർത്ത് സൈഡ്. ഇവിടെ വലിപ്പമുള്ള വിൻഡോസാണ് കൊടുത്തുള്ളത്. ഇത് കൂടാതെ ഇതിനൊരു ബാൽക്കണിയും കൂടി ഉണ്ട്. ഗ്ലാസ് ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഫ്രണ്ടിലേക്ക് നമുക്കൊരു സ്പേസും കൂടി ഉണ്ട്. ഇവിടെയൊക്കെ കോർണറിൽ ചെടികൾ വയ്ക്കാവുന്നതാണ്. അപ്പം ഈ ഏരിയ കുറച്ചും കൂടി കളർഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഒരുപാട് വലിപ്പമുള്ള ബാൽക്കണി അല്ല എങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ബാൽക്കണി കൂടി നമുക്കവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ മെയിൻ പ്രത്യേകത ബാൽക്കണിയോട് കൂടിയിട്ടുള്ളൊരു ബെഡ്റൂമും കൂടിയാണ്. അപ്പം ഇതിൻ്റെ ഹെഡ് പൊസിഷൻ വരുന്നത് വെസ്റ്റിലേക്ക് വയ്ക്കാവുന്ന രീതിയിലും മേലെ AC പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും കിട്ടിയിട്ടുണ്ട്. ഇവിടെ പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. മിറർ വരുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇനി മിററും ലൈറ്റും മാത്രമേ വരാനുള്ളൂ. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ജാഗ്വറിൻ്റെ ഡയവേറ്റർ, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, എക്സോസ്റ്റ് ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. കളർ പാറ്റേൺ മാത്രം മാറിയിട്ടുണ്ട്. സെയിം ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫൈബർ ഡോറാണ് ഇതിന് വന്നുള്ളത്. നമ്മളിപ്പോൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടെയും നമുക്കൊരു ലിവിങ് സ്പേസ് ഉണ്ട്. ഇവിടെ കോർണർ സോഫ സെറ്റ് ഇടാവുന്നതാണ്, ടീപ്പോ എടുക്കാവുന്നതാണ്. വലിയൊരു ടി വി നമുക്ക് അവിടെ ഹാങ് ചെയ്യാം. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈസ്റ്റ് സൈഡ്. വലിയ വിൻഡോസ് ആണ് വന്നുള്ളത്. അതേ സെയിം പാറ്റേണിലുള്ള വിൻഡോ നോർത്ത് സൈഡിലും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇത്. ഫുള്ള് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് ധാരാളമാണ് നമുക്ക് അലക്കി വിരിച്ചിടാനും. ഇവിടെ ആയിട്ട് വാട്ടർ പോയിന്റ് വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. ഇനി ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണ് ഇങ്ങനെ. ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. കവേർഡ് ബാൽക്കണിയാണ് വന്നുള്ളത്. ഇവിടെ ഹാൻഡിലിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലാസിൻ്റെ വർക്കും കൂടി വരാനുണ്ട്. അപ്പോൾ നല്ലൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4.5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1900 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. KW വാട്ടർ കണക്ഷൻ വരുന്നുണ്ട്. വെല്ലിൻ്റെ കണക്ഷനും അവൈലബിൾ ആണ്. അപ്പം മനോഹരമായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 1,10,00,000 രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ വീഡിയോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.